ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. 2016 മാർച്ച് 4 ആദ്യ വെള്ളിയാഴ്ചയാണ്. അന്ന് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടുത്തെ യുദ്ധത്തിൻ്റെ എല്ലാം കുറേ കൂടെ എല്ലാം ശാന്തമായിരുന്നു. യുദ്ധം കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടില്ല. ഇന്നും യമനിൽ യുദ്ധം നടക്കുകയാണ് ഇപ്പോഴും. അന്ന് ആദ്യ വെള്ളിയാഴ്ചയാണ്, നോയമ്പ് കാലത്തെ. അന്ന് രാവിലെ ദിവ്യബലി ഉണ്ടായിരുന്നില്ല, വൈകിട്ടത്തേക്കാണ് കരുതിയിരുന്നത് ദിവ്യബലി. എന്നാൽ 1 മണിക്കൂർ ആരാധനയുണ്ട്. സിസ്റ്റേഴ്സിൻ്റെ പ്രാക്ടീസ് അങ്ങനെയാണ്. അതിനുശേഷം ഞാൻ ആശീർവാദവും നൽകി. അതിനുശേഷം സാധാരണ അവരെനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരും. കഴിച്ചിട്ട് ചാപ്പലിരുന്ന് എൻ്റെ പ്രാർത്ഥനകളൊക്കെ തീർത്തും. അതിനുശേഷം പുറത്ത് വന്ന് ഈ വൃദ്ധമന്ദിരം ഒരു വലിയൊരു കോമ്പൗണ്ടാണ്. അതിൻ്റെ ഒരിടത്താണ് ഈ വൃദ്ധമന്ദിരം. അതിൻ്റെ മെയിൻ ഗേറ്റിന് കയറി വരുന്നിടത്ത് അവിടെ ഒരു സെക്യൂരിറ്റി റൂമുണ്ട്. സെക്യൂരിറ്റി റൂം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് പട്ടാള കാറ്റഗറിയിലുള്ള 2 പേരെ കാവൽക്കാരായിട്ട് ഈ സ്ഥാപനത്തിന് കൊടുത്തിട്ടുള്ളതാണ്. ഈ സെക്യൂരിറ്റി റൂമോട് അനുബന്ധിച്ച് തന്നെയാണ് സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റും ചാപ്പലും എല്ലാം. അപ്പോൾ ഇന്നേ ദിവസം ഞാൻ 8:30 എൻ്റെ പ്രാർത്ഥനകളൊക്കെ തീർത്തു. സിസ്റ്റേഴ്സിൻ്റെ കോമ്പൗണ്ടിൽ ഇറങ്ങി ഒരു വട്ടമൊക്കെ നടന്നു. അന്നേരം അവിടെ ഒരാൾ തോട്ടം നനയ്ക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഈ മറ്റേ ഇപ്പോൾ ഈ സെൻട്രലിലുള്ള ഇതിങ്ങനെ ഒരു വഴി പോലെ ഇങ്ങനെ പോകാൻ ഒരു 120 മീറ്ററോളം ഉണ്ട്. ഈ മെയിൻ ഗേറ്റിൻ്റെ അടുത്തുനിന്ന് ഈ വൃദ്ധമന്ദിരത്തിൻ്റെ വൃദ്ധരൊക്കെ പാർപ്പിച്ചിരിക്കുന്ന ആ കെട്ടിടത്തിൻ്റെ വാതിക്കലേക്ക്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ ഈ പള്ളിയുടെ കഷ്ടിച്ച് പകുതി വീതി ഉണ്ടാകും. അതിൻ്റെ ഒരു പകുതി ദൂരം എത്തിയപ്പോഴേക്കും 2 വെടിവെച്ച് കേട്ടു മെയിൻ ഗേറ്റിൻ്റെ അടുത്തുനിന്ന്, സെക്യൂരിറ്റി അടുത്തുനിന്ന്. അത് പേടിപ്പെടുത്തിയിരുന്നില്ല. കാരണം ദൂരത്തെ കിലോമീറ്ററുകൾ അകലെ അവിടെ യുദ്ധത്തിൻ്റെ ബോംബുകൾ പൊട്ടുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഡോറും കഥവുമൊക്കെ തള്ളി തുറന്നു പോകും ആ എയർ പ്രഷറിൽ. അതുപോലെ അവിടെ വെടിയും കേൾക്കാറുള്ളതാണ്. അതുകൊണ്ട് പേടിപ്പെടുത്തിയിരുന്നില്ല. ഞാൻ അവിടെ നിന്ന് നടന്നു. ഒരേ ഒരു കോമ്പൗണ്ടിൻ്റെ ഒരു ഗേറ്റ് പോലെയുണ്ട്. ഇങ്ങോട്ട് കടന്നു. കടന്നപ്പോഴേക്കും അവിടെ 2-3 പേർ ഓടുന്നത് കണ്ടു. ആയുധധാരിയായിട്ടുള്ള ഒരാൾ ഓട്ടോമാറ്റിക് ഗണ്ണുണ്ട്. ഒരു മാലയുണ്ട് തോളത്ത്, പൂമാലയല്ല, വെടിയുണ്ടുകളുടെ. അയാൾ എൻ്റെ കൈ കയറി പിടിച്ചു. അപ്പോൾ എനിക്കറിയാവുന്ന അറബിയിൽ അറബിയൊന്നും എനിക്കറിയില്ല അധികം. അറിയാവുന്ന അറബി പറഞ്ഞു ഞാൻ ഇന്ത്യക്കാരനാണെന്ന്. അതുകൊണ്ടോ എന്തുകൊണ്ടോ അയാൾ എന്നെ നേരെ തോക്കൊന്നും ചൂണ്ടിയില്ല. അയാൾ എന്നോട് പറഞ്ഞു സെക്യൂരിറ്റി റൂമിൻ്റെ മുന്നിൽ 2 കസേരയുണ്ട്, സെക്യൂരിറ്റി ആൾക്കാരിരിക്കണം, അവിടേക്ക് പോയി ഇരിക്കാനായിട്ട് പറഞ്ഞു. അതും പള്ളിയുടെ പകുതി ദൂരം അല്ലെങ്കിൽ ഇത്തിരി കൂടെ ദൂരം ഉണ്ടാകും. അതിൻ്റെ പകുതി ദൂരം നടന്ന് അവിടെ എത്തിയപ്പോഴേക്കും ഈ തോട്ടം നനച്ചിരുന്ന ആൾ അവിടെ നിന്ന് ഓടി. അയാൾ വാട്ടറിൻ്റെ മോട്ടർ ഓഫ് ചെയ്യാനായിട്ട് ഓടുകയായിരുന്നു. അവർ ചിലപ്പം വിചാരിച്ചിട്ടുണ്ടാകും അയാൾ രക്ഷപ്പെട്ട് ഓടുക എന്നായിരിക്കും. അയാളെ വെടിവെച്ച് അവിടെ വീണു. അയാൾ ഒരു മുസ്ലിമാണ്. രക്തമെല്ലാം വാർന്നൊലിച്ച് കുറേ സമയം കഴിഞ്ഞിട്ടാണ് അയാൾ മരിക്കുന്നത്. വിശദീകരണത്തിന് സമയം കുറവാണ്. മറ്റൊരു ചെറുപ്പക്കാരൻ അവിടെ ജോലി ചെയ്യുന്ന ആളാണ്. അന്ന് അയാൾക്ക് സുഖമില്ലാതിനാൽ അയാളുടെ റൂമിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഇവരിൽ ഒരാൾ പോയി അയാളെ കൂട്ടിക്കൊണ്ടുവന്ന് സെക്യൂരിറ്റി റൂമിൽ കയറ്റി വെടിവെച്ചു. ഇവർ വന്നിരുന്ന വണ്ടി, കാറ്
ഗേറ്റൊക്കെ തുറന്ന് ഉള്ളിൽ ഗേറ്റിൻ്റെ ഉൾവശത്തായിട്ട് പാർക്ക് ചെയ്യുന്ന കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഇയാൾ സൈലൻസർ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അധികം ശബ്ദമൊന്നും പുറത്ത് കേൾക്കില്ല. ഒരു കൈയടിക്കുന്ന ഒച്ച മാത്രമേ പുറത്ത് കേൾക്കുകയുള്ളൂ. അതേ സമയത്ത് മറ്റ് ഒരാൾ ഞാൻ എണീറ്റ് പോകാതെ ഓടിപ്പോകാതെയൊക്കെ ആയിരിക്കാതിരിക്കും തോക്ക് വെടിയുണ്ടകളുടെ മാലയൊക്കെ ആയിട്ടുള്ള ആൾ അവിടെ കാവൽ നിൽപ്പുണ്ട്. ഗേറ്റിൽ നിന്ന് ആരും കയറി വരാതെയും ഞാൻ ഇറങ്ങിപ്പോകാതെയൊക്കെ ആയിട്ട്. അവിടെ ഒരു 11-12 വയസ്സ് പ്രായമുള്ളൊരു ഒരു ഒരു ചെറുക്കൻ അല്ലെങ്കിൽ ആൺകുട്ടി അവിടുത്തെ ഈ വൃദ്ധമന്ദിരത്തിൽ പാചകം ചെയ്യുന്ന ചേച്ചിയുടെ മകനായിരുന്നു. അവന് ഈ സെക്യൂരിറ്റി റൂമിൽ വെള്ളിയാഴ്ച ദിവസം വന്ന് TV ഒക്കെ കാണാറുള്ളതായിരുന്നു. ഇവന് അതിനകത്തുണ്ടായിരുന്നു. അവർ ഇവനെ ഒന്നും ചെയ്തിരുന്നില്ല. അവനോടും എൻ്റെ അടുത്ത് വന്നിരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അവനും പുറത്ത് വന്നിരുന്നു. ഞാൻ ആദ്യം കേട്ട വെടിവെച്ച് ശരിക്കും പറഞ്ഞാൽ ആ സെക്യൂരിറ്റിയിൽ ഉണ്ടായിരുന്നവരെ വെടിവെച്ചതാണ്. അതിനുശേഷം ഈ സൈലൻസർ കണ്ണുള്ള ആൾ ഈ 100-120 മീറ്റർ അങ്ങോട്ടേക്ക് നടന്നു പോകുന്നത് കാണാമായിരുന്നു. അവിടെ ചെന്ന് കയറുന്നത് കണ്ടു. അല്പസമയം കഴിഞ്ഞ് 2 സിസ്റ്റേഴ്സിന് മാർഗരറ്റ് ആൻഡ് ആൻസൽം ഇന്ത്യ എന്നുള്ളതാണ്. അവരെ കൈകൾ ബന്ധിച്ച് നടത്തിക്കൊണ്ടുവന്ന് ഇവിടെ വന്നിരുന്ന കാറുണ്ടായിരുന്നു. കാറിൽ കൊണ്ടുവന്നിരുത്തി. അയാൾ വീണ്ടും പോയി. അല്പസമയം കഴിഞ്ഞ് മറ്റ് 2 സിസ്റ്റേഴ്സിനെ ജൂഡിത്ത് റെജിനറ്റ് ഇവർ 2 പേരെയും അതേ രീതിയിൽ കൈകൾ ബന്ധിച്ച് നടത്തിക്കൊണ്ടുവന്ന് കാറിലിരുത്തി. വീണ്ടും 3ാമത് അയാൾ പോയി. അല്പസമയം കഴിഞ്ഞ് അയാൾ തനിയെ തിരിച്ചു വന്നു. ഇവിടെ വന്നതിന് ശേഷം 4 പേരെയും കാറിൽ നിന്ന് പുറത്തിറക്കി ജൂഡിത്ത് റെജിനറ്റ് ഇവർ 2 പേരെയും ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു. 2 വെടിവെച്ചയും കേട്ടു. പിന്നീട് അയാൾ തിരികെ വന്ന് ശേഷിച്ച 2 പേരെ മാർഗരറ്റിനെയും ആൻസൽമിനെയും അപ്പോൾ ഇവിടുന്ന് ഒരുപക്ഷെ ഈ പള്ളിയുടെ മുറ്റത്തേക്ക് ഇറങ്ങുന്ന അത്രയും ദൂരം ഉണ്ടാകും. അത്രയും അകലത്തിലാണ് എന്നെ ഇരുത്തിയിരുന്നത്. അവിടുന്ന് അതിൽ തലയ്ക്ക് പിന്നിൽ നിന്നാണ് വെടിവെക്കുന്നത്. സിസ്റ്റേഴ്സ് അങ്ങനെ കൈകെട്ടിയിരുന്നില്ല. അവർക്കിങ്ങനെ മുഖം കുത്തി വീഴുന്നതും കാണാമായിരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നത് ഒന്ന് മാത്രം, ഈശോയെ അവരുടെ മേൽ സിസ്റ്റേഴ്സിൻ്റെ മേൽ കനിവുണ്ടാകണമേ, അവരെ കൊല്ലുന്നവരുടെ മേലും കനിവുണ്ടാകണമേ എന്ന്. അതിനുശേഷം അയാൾ കാറിൻ്റെ അടുത്തേക്ക് വന്നു. എന്നെ കാറിൻ്റെ അടുത്തേക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്തത് എൻ്റെ ഊഴമാണെന്ന്. ഒരു ഈശോ മറിയൊക്കെ ചൊല്ലി വണ്ടിയുടെ അടുത്തെത്തിയപ്പോൾ അന്ന് കാശൊക്കെ ലോഹയൊന്നും ഇട്ടിട്ടില്ല, ഷർട്ടും പാനുമാണ് ധരിച്ചിരുന്നത്. അയാൾ എന്നോട് ചോദിച്ചു മുസ്ലിമാണോ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ ക്രിസ്ത്യനാണെന്ന് പറഞ്ഞു. അയാൾ എന്തോ ഒരു അറബി പദം ഉപയോഗിച്ചു. എനിക്കതിൻ്റെ അർത്ഥമൊന്നും അറിയത്തില്ല. അല്പസമയം കഴിഞ്ഞ് വണ്ടിയുടെ ഡിക്കി, നമ്മൾ ബാഗ് എല്ലാം ഉണ്ടല്ലോ, ആ ഡോർ തുറന്നിട്ട് അതിൽ കയറാൻ ആവശ്യപ്പെട്ടു. അത് കയറി പരിചയമൊന്നുമില്ലാത്തതിനാൽ അയാൾ കയറാനൊക്കെ സഹായിച്ച് തലയൊക്കെ കുനിച്ച് അതിലിരുത്തിയിട്ട് തലയൊക്കെ കുനിച്ച് ഉള്ളിലിട്ട് കാലും എടുത്ത് ഉള്ളിലിട്ട് ഡോറും അടച്ചു. തനിയെ നോക്കിയേക്കരുത് കേട്ടോ, ശ്വാസമൊന്നും മുട്ടില്ല. ഓക്കെ, പക്ഷേ പിള്ളേരാരും തനിയെ നോക്കിക്കരുത്. പുറത്തുനിന്ന് ആരെങ്കിലും തുറന്നു വിടാൻ നിർത്തി വെച്ചിട്ടേ കയറി അടയ്ക്കാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ തന്നെ ഉള്ളിൽ തുറന്നിറങ്ങി പോരാൻ പറ്റിയല്ലായിരിക്കും. അതുകൊണ്ട് ഓക്കെ. അപ്പോൾ അവർ ഡോറും അടച്ചു. അല്പസമയം കഴിഞ്ഞ് ആരോ വീണ്ടും ആ ഡോറ് തുറന്നു. ആയിട്ട് ഈ വെള്ള അൾത്താര തുണി, കുർബാന കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റൊരു തുണിയിട്ട് കവർ ചെയ്ത് വയ്ക്കുമല്ലോ. അപ്പോൾ ഈ 2 തുണിയും അതിലെന്തോ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കിടത്തിരുന്ന ആ ഡിക്കിയിലേക്ക് കൊണ്ടുവന്ന് ഇട്ടപ്പോൾ ചെറിയൊരു എന്തോ മെറ്റൽ സൗണ്ട് പോലെ തോന്നി, കേട്ടു. ഈ തുണികൾ 2ഉം എനിക്ക് കളർ കാണാമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് സിസ്റ്റേഴ്സിൻ്റെ ചാപ്പലിലുള്ള സക്രാരി ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ അതിനകത്ത് 5-6 ചെറിയ ഓസ്തിയുണ്ടെന്നും അന്ന് ആരാധനയ്ക്ക് ഉപയോഗിച്ച ഒരു വലിയതുണ്ടെന്നും അറിയാമായിരുന്നു. ഇവർ ഡോറ് അടച്ചു. അല്പസമയത്തിനുള്ളിൽ കയറേണ്ടവരൊക്കെ വണ്ടിയിൽ കയറി വണ്ടി പുറത്തേക്ക് ഓടിച്ചു പോയി. കുറേ ദൂരത്തിന് ശേഷം വണ്ടി നിർത്തി. എന്നെ ഡിക്കിയിൽ നിറക്കി മറ്റൊരു വണ്ടിയിലേക്കാക്കി കണ്ണൊക്കെ മൂടിക്കെട്ടി വീണ്ടും വണ്ടി ഓടിച്ചു പോയി. ഈ കൊണ്ടുവന്നിട്ട് സാധനമൊക്കെ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. പിന്നീട് അവിടെ വരെ കൊണ്ടുവന്നവരും പിന്നെ ആരൊക്കെയാണ് കൂടുതൽ പോകുന്നതെന്നും ഇതൊന്നും അറിയത്തില്ല. കണ്ണ് മൂടിക്കെട്ടിയിരുന്നു. കുറേ ദൂരത്തിന് ശേഷം ഏതോ ഒരു വീട്ടിലാണ് എന്നെ കൈയൊക്കെ പിടിച്ച് കൊണ്ടുപോയി അവിടെ ആക്കി. പേടിക്കണമെന്നൊക്കെ അദ്ദേഹം അവർ പറഞ്ഞിരുന്നു. അങ്ങനെ അവിടെ കൊണ്ടുപോയി ഇരുത്തി. കുറച്ച് സമയം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ തന്നു. വീണ്ടും കുറേയൊക്കെ സമയം കഴിഞ്ഞിട്ട് എൻ്റെ വസ്ത്രങ്ങളും പോക്കറ്റിൽ നിന്നുള്ള കൊന്തയും കഴുത്തിലുണ്ടായിരുന്ന ചെയിനും സർവ്വസാധനങ്ങളും എടുത്ത് മാറ്റി ആത്മാവും ശരീരവും ബാക്കി മറ്റൊരു ജോഡി ഡ്രസ്സ് തന്നു. അതും ധരിച്ചു. കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. എൻ്റെ കയ്യും കാലും ഞാൻ ഇറങ്ങി ഓടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണിയിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സമയമൊന്നും പിടിപാടില്ല. ഒരു ദിവസം ആയിരിക്കാം, അല്ലെങ്കിൽ 1/2 ദിവസം ആയിരിക്കാം. പിന്നീട് കൈ അഴിച്ചു.
കാലോ കയ്യോ ഏതായാലും കുറച്ച് ഫ്രീഡമൊക്കെ തന്നിരുന്നു. ടോയ്ലറ്റിൽ പോകാൻ അനുവാദമൊക്കെ തന്നിരുന്നു. അവർ കഴിക്കണ ഭക്ഷണമൊക്കെ തന്നിരുന്നു. ഇനി ഈ 1.5 വർഷത്തിനിടയിൽ ഒരു 5-6 പ്രാവശ്യം വീഡിയോകൾ എടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ അന്നത്തെ ഡേറ്റ് പറയാനായിട്ട് ആവശ്യപ്പെടും, ഇല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി എൻ്റെ കയ്യിൽ പിടിപ്പിച്ചുകൊണ്ടായിരിക്കും എടുക്കുന്നത്. ഈ ഓരോ വീഡിയോയിലും സാധാരണ അവരെന്നോട് പറയാൻ ആവശ്യപ്പെട്ടിരുന്നത് മാർപ്പാപ്പയോടും പോൾ പിതാവിനോടും ഇന്ത്യൻ ഭരണാധികാരികളോടും എന്നെ സഹായിക്കണേ, എന്നെ രക്ഷിക്കണേ, ഇങ്ങനെയുള്ള രീതിയിൽ പറയാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ എഴുതപ്പെട്ടിരുന്ന ഒരു ഡേറ്റ് എൻ്റെ ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ വിവിഡായിട്ടിരിക്കുന്നത് ഡിസംബർ 27, 2016 എന്നൊരു ഡേറ്റ്. അതാണ് എൻ്റെ ഓർമ്മയിലുള്ള ഡേറ്റ്. അപ്പോൾ അന്ന് ഒരെണ്ണം എടുത്തിരുന്നു ഇങ്ങനെ. അപ്പോൾ മാത്രമാണ് എനിക്ക് മനസ്സിലായത് ക്രിസ്മസ് 2 ദിവസം മുന്നേ കഴിഞ്ഞു എന്ന്. അങ്ങനെ മാത്രമാണ് ഏത് മാസമായെന്നൊക്കെ അറിയണത്. അതുപോലെ ഈ 1.5 വർഷത്തിനിടയിൽ ഒരു 5-6 പ്രാവശ്യം സ്ഥലം മാറ്റിയിട്ടുണ്ട് എന്നെ, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പല കാലഘട്ടത്തിൽ. ഏറ്റവും അവസാനത്തെ സ്ഥലത്ത് 1 വർഷവും കുറച്ച് മാസങ്ങളും ഉണ്ടായിരുന്നു എന്ന് തോന്നണം. കൊണ്ടുപോകാൻ കണ്ണൊക്കെ മൂടിക്കെട്ടിയാണ് കൊണ്ടുപോകുന്നത്. അവരെ കാണുന്നതിനോ സ്ഥലം കാണുന്നതിനൊന്നും അനുവദിച്ചിരുന്നില്ല. എന്നെ പാർപ്പിച്ചിരുന്നത് ഏതോ വീടുകളായിരുന്നിരിക്കണം. കാരണം എനിക്ക് സ്ത്രീകളുടെയും കൊച്ചു കുഞ്ഞുങ്ങളുടെയൊക്കെ ശബ്ദം കേൾക്കാമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. എന്നെ ജയിലിലോ ഇരുട്ടറയിലോ ഒന്നും ആയിരുന്നില്ല. നേരം വെളുക്കണതും സന്ധ്യാഗുണമൊക്കെ അറിയാം, പക്ഷേ അവരെ കാണരുതെന്നായിരുന്നു നിബന്ധന. കണ്ണ് മറച്ചിരിക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ, എങ്ങനെയാണ് ഈ 1.5 കൊല്ലം കഴിച്ചത് എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെ പലയിടത്തും ചോദിച്ചിരുന്നതുണ്ട്. അതിനെപ്പറ്റി ഒരു ദിവസത്തെ കാര്യം പറയാം. അതുപോലെ ഓരോ ദിവസങ്ങളും കടന്നു പോയിരുന്നു. ഇവരൊക്കെ സിസ്റ്റേഴ്സ് മരിക്കുന്നതും മറ്റുള്ളവർ മരിച്ചു വീഴുന്നതും ഇതൊക്കെ കണ്ടുവെങ്കിലും അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് ഒരു പേടി നമ്മൾ സ്വപ്നം കാണില്ല, ഇങ്ങനെയൊക്കെയുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ രാത്രി ഉറങ്ങുമ്പം. അങ്ങനെ ഒരു പ്രശ്നം ദൈവം എനിക്ക് തന്നിരുന്നില്ല, കർത്താവ് തന്നില്ല. പിന്നെ അതുപോലെ വിഷാദ രോഗമോ മെൻ്റൽ ബ്രേക്ക് ഡൗണോ ഡിപ്രഷനോ ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊന്നും ഈശോ തന്നിരുന്നില്ല. അതൊക്കെ എൻ്റെ ശക്തിയല്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയായിരുന്നിരിക്കാം എന്നെ ശക്തിപ്പെടുത്തിയത്. അതുകൊണ്ട് ഉറക്കത്തിന് കുഴപ്പമില്ലായിരുന്നു, ഉറങ്ങാമായിരുന്നു. പിന്നെ അവരെന്നെ ശാരീരികമായിട്ട് എന്നെ അവർ ദ്രോഹിച്ചിരുന്നില്ല. എൻ്റെ വായിലെ പല്ലെല്ലാം ഉണ്ട്, എണ്ണമൊന്നും കുറഞ്ഞിട്ടില്ല, എല്ലിൻ്റെ എണ്ണം കൂടിയിട്ടുമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഉണരുമ്പോൾ ദൈവത്തിന് നന്ദി പറയും, ഒരു കർത്താവിൻ്റെ മലക ചൊല്ലും. പിന്നെ ഈ 5 സിസ്റ്റേഴ്സും മരിച്ചു എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അപ്പോൾ 5 പേർക്കും വേണ്ടി ഓരോ സ്വർഗസ്നായ പിതാവേയും നന്മ നിറഞ്ഞു പറയും, ഒരു ത്രിത്വസ്തുതിയും. നമ്മുടെ മരിച്ചവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന ഉണ്ടല്ലോ, മരിച്ചു വിശ്വാസരാമാക്കുന്നില്ല, അത് ആ പ്രാർത്ഥനയും ചൊല്ലി 5 പേർക്കും, അതുപോലെ മറ്റു മരിച്ചു എന്ന് ഞാൻ വിചാരിച്ചതിനൊക്കെ വേണ്ടിയിട്ടും അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ഒരു കരുണയുടെ ജപമാല, 3-4 ജപമാല, ഒരു കുരിശിൻ്റെ വഴി ധ്യാനിക്കും. പിന്നെ ഒരു ആത്മീയ ബലിയർപ്പണം. അപ്പോൾ വീഞ്ഞോ പുസ്തകമൊന്നുമില്ല, ഇംഗ്ലീഷിൽ ലത്തീൻ ക്രമത്തിലുള്ള കുർബാനയാണ് അവിടെ അർപ്പിച്ചിരുന്നത്. അത് ബൈഹാർട്ടായിട്ട് പ്രാർത്ഥനകളെല്ലാം അറിയാം. സുവിശേഷ ഭാഗങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ഉപമയോ സുവിശേഷ ഭാഗങ്ങളോ മനസ്സിൽ കൊണ്ടുവന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കും. അപ്പം വീഞ്ഞു ഈശോയുടെ ആത്മീയമായിട്ട് തരുവാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു ബലിയർപ്പണവും നടത്തും. അങ്ങനെ ദിവ്യകാരുണ്യത്തെ, അങ്ങനത്തെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ദിവ്യകാരുണ്യവും സ്വീകരിക്കുമായിരുന്നു. ഇങ്ങനെയാണ് എൻ്റെ ദിവസങ്ങൾ കടന്നുപോയത്. എന്നെ തടവിലാക്കി ഒരു 2.5 മാസമോ 2.25 മാസമോ ഒക്കെ ആയിട്ടുണ്ടാവാം. കൃത്യസമയഭാഗങ്ങളൊന്നും എനിക്കറിയില്ല. 3-ാമത്തെ സ്ഥലത്ത് ഞാൻ പറഞ്ഞാൽ പല സ്ഥലങ്ങൾ മാറ്റിയിരുന്നു എന്ന്. 3-ാമത്തെ സ്ഥലത്തെ സ്റ്റേയുടെ അവസാന കാലഘട്ടമായിരിക്കാം. എന്നോട് അല്പം ഇംഗ്ലീഷ് സംസാരിക്കുകയും എനിക്ക് ഭക്ഷണമൊക്കെ തന്നിരുന്നയാൾ ഒരു ദിവസം അയാളുടെ മൊബൈൽ ഫോണിൽ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പിക്ചർ, അതറിയാമോ എന്താണെന്ന്? ഫേസ്ബുക്ക് കേട്ടിട്ടുള്ളതല്ലേ? അതിന് നമ്മുടെ പടമൊക്കെ ചിലപ്പോൾ ഇട്ട് വെക്കാറുണ്ടല്ലോ. അപ്പോൾ അതിനാണ് പ്രൊഫൈൽ പിക്ചർ എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ പടം അതിലിട്ടതും ഈ സംഭവം നടക്കുന്ന ഒരു 2-2.5 ആഴ്ച മുന്നാണ്. 2010 മുതൽ അവിടെ ഉണ്ടായിരുന്നെങ്കിലും അന്ന് വരെ ഒരു പടം ഇട്ടിരുന്നില്ല. അയാളുടെ മൊബൈലിൽ എൻ്റെ ഈ പ്രൊഫൈൽ പിക്ചർ പകർത്തിയിട്ട് എന്നെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, യു ലുക്ക് വെരി നൈസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ നിന്നാണെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഗൂഗിളിൽ നിന്നാണെന്ന്. അതിനുശേഷം അയാൾ വേറൊരു ചോദ്യം ചോദിച്ചു, ആർ ദീസ് വിമൻ നോട്ട് അഫ്രെയ്ഡ് ഓഫ് ലൈഫ്? ഈ സ്ത്രീകൾക്ക് ജീവനിൽ ഭയമില്ലയോ എന്നൊരു ചോദ്യം. അപ്പോൾ എനിക്ക് തോന്നി ഇയാൾ സിസ്റ്റേഴ്സിനെ പറ്റി ആയിരിക്കും പറയണത് എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു 5 പേര് മരിച്ചുല്ലോ എന്നിങ്ങനെ കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അയാൾ പറയാണ്, ഇല്ല 4 പേരെ മരിച്ചുള്ളൂ, ഒരാൾ ഫ്രിഡ്ജിൽ കയറിയിരുന്ന് ഒളിച്ച് രക്ഷപ്പെട്ടു എന്ന്. ഈ ഫ്രിഡ്ജ് എന്നുള്ളതിന് ഇംഗ്ലീഷ് വാക്കല്ല ഉപയോഗിച്ചത്. ഇവിടെ അറബി അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ? ദലാജ് എന്നൊറ്റാണ്. ഞാൻ ആ വാക്ക് പഠിച്ചതും അയാളുടെ കൂട്ടത്തിലായിരുന്നപ്പോഴാണ്.
ഇവിടെ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ യമനിൽ 7 നല്ല ചൂടുള്ള സ്ഥലമാണ്. എന്നെ പിന്നീട് പാർപ്പിച്ചിരുന്നവിടെയൊക്കെ സുഖവാസ കേന്ദ്രങ്ങളായിരുന്നു. ബാംഗ്ലൂർ പോലെ നല്ല തണുപ്പുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ഈ തൊണ്ടയൊക്കെ ഇച്ചിരി പോശാണ്, ഇച്ചിരി ചൂടുവെള്ളം കിട്ടുകയാണെന്ന് നല്ലല്ലേ. ഇയാൾ എനിക്ക് തെർമോ ഫ്ലാസ്കിനകത്ത് എല്ലാ ദിവസവും ചൂടുവെള്ളം തരുമായിരുന്നു. ഈ തെർമോ ഫ്ലാസ്കിനും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ദലാജ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എനിക്ക് മനസ്സിലായത്, ഒന്നെങ്കിൽ തെർമോ ഫ്ലാസ്ക് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ചൂട് നിർത്താനുള്ളത് അല്ലെങ്കിൽ തണുപ്പിക്കാനുള്ളത്. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. അതായത് ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ ഇങ്ങനെ അതിൻ്റെ ഒരു ഉത്തരം ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ശരിയായിരിക്കും. ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട് പറയുന്നതാണെങ്കിൽ ചിലപ്പോൾ അവർ കള്ളം പറയാമെന്നല്ലോ. ഞാൻ അങ്ങോട്ടൊന്നും ചോദിക്കാതെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് ശരിയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഈശോയ്ക്ക് ഹൃദയത്തിൽ നന്ദിയും പറഞ്ഞു. സിസ്റ്റർ സാലി അവിടുത്തെ സുപ്പീരിയറാണ്. ഞാൻ അറിഞ്ഞല്ലോ 5ാമത്തെ ആളിനെ കൊന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ആ സിസ്റ്ററാണ്. അപ്പോൾ ഈശോയ്ക്ക് നന്ദിയും പറഞ്ഞു. 2017 സെപ്റ്റംബർ 12 ഒരു 2-3 സെൻറ്റൻസിൽ പറയാം. ഒമാനിൽ നിന്ന് വന്നവർ ആരവരെ അയച്ചെന്നൊക്കെ എനിക്കറിയത്തില്ല, അവരാരൊക്കെയാണെന്നും കൃത്യമായിട്ട് അറിയില്ല. അവർ എന്നെ ഈ പാർപ്പിച്ചവരുടെ അടുത്ത് നിന്ന് എന്നെ കൂട്ടിക്കൊണ്ട് വണ്ടിയിൽ രാത്രിയും പകലും എല്ലാം വണ്ടി ഓടിച്ച് ആണ് 12-ാം തീയതി രാവിലെ 3 മണി 3:30 എങ്ങാണ്ടായപ്പോൾ ഒമാനിലേക്ക് കയറുകയാണ്. വെൽക്കം ടു ഒമാൻ എന്ന് പറഞ്ഞ് ഒമാൻ്റെ ബോർഡറിൽ എവിടെയോ കയറി ഒരു ഡോക്ടർ അവിടെ ഒരു മിലിറ്ററിയുടെ എങ്ങാണ്ടൊരു ക്യാമ്പിലെത്തി. അവിടുന്ന് ഒരു ഡോക്ടർ പരിശോധിച്ചു. പിന്നീട് പറഞ്ഞു ഒരു ഹെലികോപ്റ്ററിൽ പോകണമെന്ന്. ഒരു അരമണിക്കൂർ കൊണ്ട് ഹെലികോപ്റ്ററിൽ പോയി എവിടെയോ ഒരു എയർപോർട്ടിലെത്തി. അവിടെ വീണ്ടും ഒരു ഡോക്ടർ പരിശോധിച്ചു. അവിടെ നിന്ന് ഒമാൻ്റെ തലസ്ഥാനമായ മസ്കറ്റിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞു. ഒരു വിമാനത്തിൽ കയറ്റി അവിടെ വന്നിറങ്ങുന്നതാണ് നിങ്ങൾ കണ്ടത്. അവിടെ ഇറങ്ങിയ 2-3 സെൻറ്റൻസ് സുൽത്താനും ദൈവത്തിനും സുൽത്താനും എന്നെ രക്ഷപ്പെടുത്താനായിട്ട് പരിശ്രമിച്ച എല്ലാവർക്കും നന്ദി പറയാനായിട്ട് 2-3 സെൻറ്റൻസ് അവിടെ ഇങ്ങനെ പറഞ്ഞു. അതിനുശേഷം ഒരു ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മസ്കറ്റിലുള്ള പുതിയ ഷർട്ടും പാൻറ്റും ഷൂസും സോക്സും ഷേവിങ് മെഷീനും പെർഫ്യൂമും എല്ലാം അവർ തന്നു. നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി എൻ്റെ താടിയൊക്കെ എടുത്ത് കളഞ്ഞു. അപ്പോൾ അവിടെ ഒരു വെയിറ്റ് നോക്കണ ഒരു മെഷീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചിന്തിച്ച് നോക്കി എത്ര വെയിറ്റ് ഉണ്ടെന്ന് അറിയാനൊന്ന് കയറി നോക്കി. അപ്പോൾ അന്ന് എൻ്റെ വെയിറ്റ് 56.5 കിലോയായിരുന്നു. കുറഞ്ഞു പോയത് ഭക്ഷണമൊന്നും തരാത്തതുകൊണ്ടല്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഷുഗറായിരുന്നു, ഇൻസുലിനൊക്കെ എടുത്തുകൊണ്ടിരുന്നതാണെന്ന്. ഈ 1.5 കൊല്ലം ഇൻസുലിനൊന്നും ഇല്ലായിരുന്നു. ഇൻസുലിൻ ഇല്ലാത്തതുകൊണ്ടാണ് വെയിറ്റ് കുറഞ്ഞു പോയത്, ഭക്ഷണം തരാത്തതുകൊണ്ടതുമല്ല. ഓക്കെ, അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷം അവർ പറഞ്ഞു റോമിലേക്ക് കൊണ്ടുപോവുകയാണോ അല്ല വിടുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ റോമിൽ 12-ാം തീയതി തന്നെ എത്തി. വത്തിക്കാനിലെ ഒരു ഡോൺ ബോസ്കോയുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് വത്തിക്കാനിൽ. അവിടെയാണ് എന്നെ പാർപ്പിച്ചിരുന്നത്. അതിൻ്റെ തൊട്ടടുത്താണ് വത്തിക്കാൻ്റെ ആശുപത്രി. അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്തിരുന്നു. 13-ാം തീയതി ഫ്രാൻസിസ് പാപ്പയെ കണ്ടു. 2-3 ദിവസത്തിന് ശേഷം 3-4 ദിവസത്തിന് ശേഷം എൻ്റെ ഹെൽത്തൊക്കെ ഇച്ചിരൂടെ ഇമ്പ്രൂവ് ആയി കഴിഞ്ഞ പിന്നെയാണ് ആദ്യത്തെ പത്രസമ്മേളനം. അതും കഴിഞ്ഞ് 2-3 ദിവസത്തിന് ശേഷമാണ് ഡോൺ ബോസ്കോയിലെ അച്ഛൻ ഈ രക്ഷപ്പെട്ട സിസ്റ്റർ സാലിയെ ടെലഫോണിൽ കണക്ട് ചെയ്ത് തന്നു. 2016 മാർച്ച് 4-ന് ശേഷം ആദ്യമായിട്ട് സംസാരിക്കുന്നതിനായിട്ട്. അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞാൽ ആദ്യം 2 സിസ്റ്റേഴ്സിനെ അവർ പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ടുവെന്ന്. ഈ 2 സിസ്റ്റേഴ്സ് ഞാൻ വെടിവെച്ച് കേട്ടതുപോലെ അവരും വെടിവെച്ച് അവർ വർക്ക് ചെയ്യണ വിമൻസിൻ്റെ വിങ്ങിലാണ്. ഇപ്പം പിക്ചറെല്ലാം എൻ്റെ മനസ്സിലുണ്ട്, സ്ഥലമൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നുണ്ട്. അവിടെ നോക്കിയാൽ ജനലിക്കൽ നോക്കിയാൽ മെയിൻ ഗേറ്റ് എല്ലാം ഇങ്ങനെ കാണാവുന്നതാണ്. അപ്പോൾ അവർ കണ്ടുവരും കാണും ഇവർ തോക്കുധാരികൾ കയറി ഓടുന്നതൊക്കെ. അപ്പോൾ ഇവരുടെ സുപ്പീരിയർ സെഷനോട് പറഞ്ഞു പോയി ഒളിക്കാനായിട്ട് പറഞ്ഞു. ഈ വൃദ്ധമന്ദിരത്തിൽ ഒരു ചെറിയൊരു റൂമുണ്ട്, ഒരു 10 അടിക്ക് 10 അടി വലിപ്പമുള്ളത്. അതിനകത്തൊരു 4-5 വലിയ ഫ്രീസറുകൾ, ഈ ആൾക്കാരെക്കാളും കുറച്ചുകൂടെ നീളമൊക്കെയുള്ള വലിയ പെട്ടികൾ, അതൊക്കെ നിറയെ പച്ചക്കറികളോ വെജിറ്റബിളൊക്കെയാണ് എല്ലാം പാക്ക് ചെയ്ത് നിറച്ച് വെച്ചിരുന്നത്. അപ്പോൾ ഈ സിസ്റ്റർ ഒളിക്കാൻ പോയത് ആ റൂമിലേക്കാണ്. ഒരേ ഒരു കതക് അതിലേക്ക്. അവിടെ എത്തിയപ്പോഴേ ഈ സിസ്റ്ററിൻ്റെ കൈയും കാലം വരച്ചിട്ട് നിൽക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് കതകിൻ്റെ ഗ്യാപ്പിൽ കൂടെ, കതക് അടച്ചേക്കല്ല, കതക് തുറന്നാണ് ഇരിക്കുന്നത്, അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഇവർ തോക്കുധാരികൾ ഓടുന്നതും കാണാമായിരുന്നു എന്ന് പറഞ്ഞു. കാരണം സിസ്റ്റർ പറഞ്ഞു സിസ്റ്ററിൻ്റെ അവസാനത്തെ പ്രാർത്ഥന, നമ്മൾ കൊന്തയൊക്കെ എത്തിച്ചു കഴിഞ്ഞിട്ട് അവസാനം കുടുംബ പ്രാർത്ഥനയ്ക്ക് അവസാനം ഒരു മാതാവിനോടൊരു പ്രാർത്ഥന ഉണ്ടല്ലോ. എന്ത് പ്രാർത്ഥനയാണ്? എത്രയും നീളമുള്ള മാതാവ് അല്ലേ? അതാണോ? അപ്പോൾ ആ പ്രാർത്ഥനയാണ് ഈ സിസ്റ്റർ അവസാനമായിട്ട് ചൊല്ലിയത് എന്ന്. ആ പ്രാർത്ഥന ചൊല്ലി തീർന്നതോടെ സിസ്റ്ററിനൊരു ഇത് മാതാവിൻ്റെ പള്ളിയാണല്ലോ അല്ലേ? ഓക്കെ. അത് ചൊല്ലി തീർന്നതോടെ സിസ്റ്ററിനൊരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു. ഒരു വെള്ള വസ്ത്രം സിസ്റ്ററിനെ പൊതിയുന്നത് പോലെ, അവിടെ വെള്ള വസ്ത്രം വേറെ ഒന്നും വരുന്നൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ഒരു അനുഭവം പോലെ തോന്നി. അതോടുകൂടി സിസ്റ്ററിൻ്റെ വിറയൽ നിന്നു. ആ കതവിൻ്റെ പിന്നിൽ അനങ്ങാതെ നിൽക്കുന്നതിന് സാധിച്ചു എന്ന്.
സിസ്റ്റർ പറഞ്ഞു 3 പ്രാവശ്യം ഈ തോക്കുധാരികൾ ഓരോരുത്തരായി ആ റൂമിൽ കയറി വന്നു. എല്ലാ പെട്ടികളും തുറന്ന് നോക്കി അടച്ചിട്ട് അതേ ഡോറിൽ കൂടെ തിരികെയും പോയി. സിസ്റ്റർ അവിടെ നിൽക്കുന്നത് അവരെ കണ്ടില്ല, അല്ലെങ്കിൽ ദൈവം മാതാവ് കാണിച്ചില്ല എന്ന് പറയാം. അങ്ങനെയാണ് സിസ്റ്റർ സംരക്ഷിക്കപ്പെട്ടത്. മണിക്കൂറുകൾ അവിടെ കാത്തുനിന്നതിന് ശേഷം പുറത്തിറങ്ങി വന്നു. അപ്പോൾ വാർഡുകളിൽ അത് അവിടുത്തെ വൃദ്ധരെയൊന്നും ഇവർ കൊന്നിരുന്നില്ല. അവിടെ ജോലി ചെയ്തിരുന്ന 12 ജോലിക്കാരുണ്ടായിരുന്നു അവിടെ അന്ന്. അവർ പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന മുസ്ലിമുകളാണ്, യമനികളാണ്. അവരെ എല്ലാവരെയും ഇവർ കൊന്നിരുന്നു. അവരെയൊക്കെ തൊട്ട് വിളിച്ച് നോക്കി. അവസാനം തൻ്റെ കൂട്ടുകാരി സിസ്റ്റേഴ്സ് എവിടെയാണെന്ന് അന്വേഷിച്ച് തോട്ടത്തിൽ കൂടെ പോയപ്പോൾ അവരുടെ ശരീരങ്ങൾ അവിടെ എവിടെയൊക്കെ കണ്ടു. 3-4 മറ്റ്. അവസാനം ചാപ്പലിൽ വന്ന് നോക്കി എന്നെ അന്വേഷിച്ച് അവിടെ വന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു സക്രാരി അവിടെ തിരഞ്ഞിരിക്കുന്നത് കണ്ടുവന്നു. ആൾത്താര തുണിയും കവറും അവിടെ ഇല്ല. ആൾത്താര മേലെ ഗുസ്തോതിയിൽ കുറച്ച് വെള്ളമായിട്ടിരിക്കുന്നത് കണ്ടുവന്നു. അതുപോലെ എൻ്റെ പ്രാർത്ഥന പുസ്തകം അവിടെ എറിഞ്ഞ രീതിയിൽ കിടപ്പുണ്ട്. ഒരു കുരിശുരൂപവും പൊട്ടാതെ കിടപ്പുണ്ടായിരുന്നു എന്ന്. അപ്പോൾ സിസ്റ്റർ വിചാരിച്ചു ആ സിസ്റ്ററിനോട് വിളിക്കാൻ പറഞ്ഞതുപോലെ ഞാനും ഒച്ച കേട്ടായിരിക്കാം എടുത്ത് ഈ ദിവ്യവസ്ഥയൊക്കെ ഉൾക്കൊണ്ട് കാണും. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആയിരിക്കും ഇവർ കയറി വന്ന് എന്നെ തലക്കടിച്ചിട്ടോ ആൾത്താര തുണികളൊക്കെ ഇട്ട് മൂടിക്കെട്ടിയായിരിക്കാം കൊണ്ടുപോയത് എന്ന്. അങ്ങനെയായിരുന്നിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ആദ്യം കേട്ടിരുന്നത്, അല്ലേ? ആയിരുന്നോ? വെൽ, അതും ശരിയല്ല. ഞാൻ വിചാരിച്ചിരുന്നു സക്രാരി ആയിരിക്കുമെന്ന് വിചാരിച്ചിരുന്നു. അതും ശരിയല്ലെന്ന് അപ്പോൾ മാത്രമാണ് മനസ്സിലായത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി 1.5 വർഷം പ്രാർത്ഥിച്ചു, ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചു. കൊന്തയും ആരാധനയും എല്ലാമായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഉണ്ടല്ലോ, അല്ലേ? ദൈവമുണ്ടോ? ആ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, ഇല്ലയോ? എങ്ങനെ അറിയുന്നത് ജീവിക്കുന്ന ദൈവമാണെങ്കിൽ? ജീവിക്കുന്ന ദൈവമാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടുമല്ലേ? അപ്പോൾ പ്രാർത്ഥന കേട്ടു, ഉത്തരവും നൽകി. ആകയാൽ ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുക. പ്രാർത്ഥന എന്ന ഒരു വലിയ ആയുധമാണ്, ശക്തിമത്തായിട്ടുള്ളൊരു ആയുധമാണ് യേശു നമുക്ക് നൽകിയിരിക്കുന്നത്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അവിടുന്ന് എപ്രകാരമാണ് പ്രാർത്ഥിക്കണമെന്നൊക്കെ പഠിപ്പിച്ചിരുന്നു. ആ ആയുധം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധ്യമാവട്ടെ. ഇനി നാം പ്രാർത്ഥിക്കുമ്പോൾ ചിലർ, ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞ് കുറച്ച് പേരൊക്കെ എന്നോട് പറഞ്ഞു, അച്ഛൻ ഞങ്ങൾ കുറച്ച് നാൾ പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞിട്ട് നിർത്തി, അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടാകുമെന്ന് വിചാരിച്ച് പിന്നെ പ്രാർത്ഥിച്ചിരുന്നില്ല എന്ന്. അങ്ങനെ മറ്റു പലരും അന്ന് മുതൽ പുറത്ത് വരുന്നവരെയും പ്രാർത്ഥിച്ചവരുമുണ്ട്. അപ്പോൾ ചോദിച്ച ഉടനെ ഉത്തരം കിട്ടിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇനി ദൈവം ഇല്ല എന്ന് പറയണ്ട, അല്ല ദൈവം നമ്മുടെ ഉത്തരം തരുന്നില്ല എന്നും വിചാരിക്കേണ്ട. നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ടല്ലോ, ഒന്നിനെപ്പറ്റിയും ഈശോ പറയുന്നുണ്ട്, ഒന്നിനെപ്പറ്റി ആകുല ചിത്തരാകേണ്ടതെന്ന്. എന്ത് കൊടുക്കും, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്തതിനെ പറ്റിയെല്ലാം. എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, തലയിൽ എത്ര തലമുടി എഴിയുണ്ടോ എന്ന് പോലും സ്വർഗീയ പിതാവിനറിയാം, അവിടുന്ന് അറിയാതെ അതിലൊന്നുപോലും താഴെ വീഴില്ല എന്ന്. ഇങ്ങനെയുള്ള വചനങ്ങളായിരുന്നു എന്നെ ശക്തിപ്പെടുത്തിയിരുന്നത്. ഞാനിങ്ങനെ കിടന്നപ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ അങ്ങയുടെ ഇഷ്ടമെങ്കിൽ എന്നെ എത്രയും വേഗം പുറത്തേക്ക് എടുത്തേക്കണമേ, അയച്ചേക്കണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. മറ്റൊരു പ്രാർത്ഥന ഒന്ന് മാത്രം ഇതായിരുന്നു, ഒരു ഭ്രാന്തനായിട്ട് അവരുടെ കയ്യിൽ കിടക്കാൻ അനുവദിച്ചേക്കരുത് എന്ന്. ഓക്കെ, അതൊന്നും അനുവദിച്ചില്ല. എൻ്റെ സുബോധത്തോടുകൂടി വേറെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒന്നും പ്രശ്നമില്ല, അതിനെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ. നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് നല്ലതേ തരികയുള്ളൂ. ഇനി എന്തുകൊണ്ട് എന്നെ അവർ കൊന്നില്ല എന്ന് ചിലരിങ്ങനെ ചോദ്യം ചോദിച്ചിരുന്നു. ഞാൻ ചോദിച്ചവരോട് പറഞ്ഞത്, നിങ്ങളെ ഇങ്ങനെ ഇന്ന് കാണണമെന്നും ഈ ജീവിക്കുന്ന ദൈവത്തിന് സാക്ഷ്യം പറയണമെന്നായിരുന്നു അവിടുത്തെ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത് എന്ന്. ഞാൻ നിങ്ങൾ വന്നിരുന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കും ഇത്രയും കാലം പ്രാർത്ഥിച്ചൊരു കാര്യമില്ല, പോയി ഇനി പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യമെന്ന്. തിരിച്ചു വന്നുകൊണ്ട് കൂടുതൽ വിശ്വാസമായില്ലേ, പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്നും പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടെന്നും. നമുക്ക് പലതിനും ഉത്തരം കിട്ടാത്ത പല കാര്യങ്ങളുണ്ട്, നമുക്ക് നേരിട്ടൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലാത്ത അവസ്ഥകളുണ്ട്. പക്ഷെ നിരന്തരം പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിലൂടെ നമുക്ക് വളരെയധികം കാര്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. ക്ഷമയെന്ന മരുന്നും ഉപയോഗിക്കുക. ഈശോ പറഞ്ഞിട്ടുണ്ട്, ശത്രുക്കളോട് ക്ഷമിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന്. കുർബാനയുടെ സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു, ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന്. ഓക്കെ, ദൈവത്തെ കാണാൻ എവിടെ പോകണം? ദൂരത്ത് പോകണോ? പരസ്പര വ്യക്തികളിൽ കാണുന്നതിന്, നമ്മുടെ സഹോദരങ്ങളിലെ, മാതാപിതാക്കളിലെ, മക്കളിലെ, കൂട്ടുകാരിലെ, സഹപ്രവർത്തകരിലെല്ലാം നമുക്ക് ദൈവത്തെ കാണുവാനായിട്ടും സ്നേഹിക്കുന്നതിനായിട്ടും സേവിക്കുന്നതിനുമായിട്ടും സാധിക്കും. ആ സേവനമാണ് നമ്മെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ക്ഷണിക്കുന്ന ദൈവമക്കളായിട്ട്. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ക്ഷമയെന്ന മരുന്ന് ഉപയോഗിക്കാം, പ്രാർത്ഥന എന്ന വലിയ ആയുധവും ഉപയോഗിക്കാം.
ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കുക. മാതാവിൻ്റെ പള്ളിയാണ്. മാതാവിനോടുള്ള പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനകളും കൊന്തയും ഇതൊന്നും വ്യർത്ഥമല്ല. ഇങ്ങനെയുള്ള ഓരോരോ അവസരങ്ങളിൽ എത്തുമ്പോൾ നമ്മൾ ആ പ്രാർത്ഥന ചൈതന്യത്തിലാണ് എങ്കിൽ അന്നും പ്രാർത്ഥിക്കുന്നതിനായിട്ട് സാധിക്കും. അവിടുന്ന് നമ്മെ ശക്തിപ്പെടുത്തും. മറ്റൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്ന ഇതാണ്. ഞാൻ ബാംഗ്ലൂർ സേഫായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഈശോ എന്നോട് ഇങ്ങനെ തോന്നിച്ചു. വീണ്ടും പോയി അനുവാദവും ആശീർവാദവും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും. പോയി തിരികെയും വന്നു. എനിക്ക് തോന്നുന്നത് ദൈവത്തിന് യേശുനാഥന് നമുക്ക് ഓരോരുത്തരെ പറ്റി ഓരോ ദൗത്യമുണ്ട്, ഓരോ മിഷനുണ്ട്, ഓരോ കർത്തവ്യങ്ങളല്ല, മിഷൻ അല്ലെങ്കിൽ ഓരോ ദൗത്യം ഓക്കെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെന്ത് എന്ന് ചെവിയോർക്കുക. ചിലരെ വൈദികരാകുന്നതിന്, ചിലരെ സന്യസ്തരാകുന്നതിന്, ഭൂരിപക്ഷം ആൾക്കാർ നല്ല മാതാപിതാക്കളാകുന്നതിനായിരിക്കും ദൈവം വിളിക്കുന്നത്. അത് ഏത് എന്ന് ചെവിയോർക്കുക. നിസ്വാർത്ഥമായിട്ട് ഉത്തരം പറയുന്നതിനും അത് ആ മിഷൻ പൂർത്തീകരിക്കുന്നതിനുമായിട്ട് നമുക്ക് സാധിക്കട്ടെ. തുടർന്നുള്ള നമ്മുടെ ആ ജീവിതം, കുടുംബജീവിതമാകാം, സന്യസ്ത ജീവിതമാകാം, പൗരോഹിത്യ ജീവിതമാകാം, അതിന് ചിലപ്പം എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതുപോലെ ചില കാര്യങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം, സമൂഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം, സഭയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ദൈവം നമുക്ക് ചില പ്രത്യേക മിഷൻ തരും. അതും നിറവേറ്റുവാൻ നിസ്വാർത്ഥമായി നാം ദൈവത്തിന് സമർപ്പിച്ചാൽ അത് പൂർത്തീകരിക്കുന്നതിനുള്ള കൃപ അവിടുന്ന് നമുക്ക് നൽകും. കർത്താവ് പറഞ്ഞിട്ടുണ്ട് വിധിക്കരുതെന്ന് അല്ലേ. വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. നമ്മൾ പലപ്പോഴും വിധികൾ പാസ്സാക്കുന്നുണ്ട്. അവൻ അങ്ങനെ ചെയ്തു, ഇവൻ ഇങ്ങനെ ചെയ്തു, അവൾ എങ്ങനെ ചെയ്തു, അതാണ് ഇതാണ്, നമ്മൾ അങ്ങനെ കണ്ടു, ഇത് എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് കടന്നു പോയപ്പോൾ എനിക്ക് വന്നിരുന്ന ഒരു കാര്യം ഇതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, അവർ കൊണ്ടുവന്നിട്ടത് അത് സക്രാരി ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നതെന്ന്. ആ ആദ്യത്തെ പത്രസമ്മേളനത്തിലും ചില ചോദ്യം ഞാൻ പറഞ്ഞു അതാണെന്ന്. അതിനുശേഷമാണ് ആ സിസ്റ്ററിനോട് സംസാരിച്ചത്. ആ സിസ്റ്റർ മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞാൽ അത് കൊണ്ടുവന്നിട്ടത് സക്രാരി ആയിരുന്നു, അതിൽ ഓസ്തികളുണ്ടായിരുന്നു എന്ന് എനിക്കറിയാവുന്നു. പക്ഷേ ഞാനല്ല കഴിച്ചത്, കഴിക്കുന്നതിനൊന്നും സാധിച്ചിരുന്നില്ല. അതുപോലെ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നതിന് ആ സിസ്റ്റർ പറഞ്ഞതാണ് 100% സത്യമെന്ന് അല്ലേ. ഇന്ന് നാം കാണുകയും കേൾക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, കർത്താവ് പറഞ്ഞത് വിധിക്കരുതെന്ന്. യഥാർത്ഥ സത്യം എന്ന് മാത്രമുണ്ട് നമ്മൾ പാസ്സാക്കുന്ന വിധിയിലൊക്കെ. നമ്മൾ പത്രത്തിലും ന്യൂസിലും ചാനലിലും എല്ലാം ഓരോ സഭയെപ്പറ്റിയും വ്യക്തികളെപ്പറ്റിയും എല്ലാം ഓരോരോ അക്യൂസേഷൻസും എല്ലാം വരുന്നുണ്ട്. ഇതൊന്നും അതേപടി വിശ്വസിച്ചേക്കരുത്. അതിലെന്തെങ്കിലും ഒരു അല്പം വലുതും കാണുമായിരിക്കാം. അതെല്ലാം അതേപടി വിഴുങ്ങിയാൽ പറ്റുന്ന ഇതായിരിക്കാം, എനിക്ക് പറ്റിയതുപോലെ ആകും. അപ്പോൾ അതുകൊണ്ട് വിധിക്കാതിരിക്കുന്നതിനും അക്യൂസ് ചെയ്യുന്നവരെ അക്യൂസ് ചെയ്യപ്പെടുന്നവർക്കും എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന അവർക്ക് ആശ്വാസം നൽകും, ശക്തി നൽകും, സത്യം വെളിപ്പെടുകയും ചെയ്യും. യമനിലെ യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഓക്കെ, ഇപ്പോഴും യുദ്ധം നടക്കുകയാണ്. യമനിൽ മദർ തെരേസയുടെ 7-8 സിസ്റ്റേഴ്സ് 2 സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. വൈദികരാരുമില്ല. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധം കാരണം എന്തുമാത്രം ജനങ്ങളാണ് കഷ്ടത അനുഭവിക്കുന്നത്. അവരെല്ലാം മുസ്ലിമുകളാണ്. സ്കൂളുകളില്ല, കോളേജുകളില്ല. 2015 മുതൽ യുദ്ധമൊക്കെ അവസാനിച്ച് ഈ ചെറുപ്പക്കാരും അവരൊക്കെ തങ്ങളുടെ ജീവിതങ്ങളെ കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശാന്തിയും സമാധാനം നാട്ടിന് കൊടുക്കണമെന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. അതുപോലെ ക്രൂരതകൾ, വിശ്വാസത്തിനെതിരായിട്ടുള്ള പീഡനങ്ങളുള്ളവരെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്തതുപോലെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.